ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മളെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ കാർ പാകയല്ല കളിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് ദിവസത്തേക്ക് നമ്മൾ ബസ് സിമുലേറ്റർ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ബസ് സിമുലേറ്ററാണ് കളിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ബസ് സിമുലേറ്ററിൻ്റെ നമ്മൾ സ്റ്റോറി മോഡായിട്ടായിരിക്കും ഇടുക. അപ്പോൾ നമുക്ക് വീഡിയോയിൽ കിടക്കാം. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മളെ വണ്ടി. അപ്പോൾ നമ്മളെ വണ്ടി ഇങ്ങനെ ഉണ്ട്, നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്മളെ വണ്ടി ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇന്ന് നമ്മൾ ഈ വണ്ടി എടുത്തിട്ട് നമ്മളെ ഗ്യാരേജിലെടുത്ത് വെക്കാൻ പോകാണ്. അപ്പോൾ ഈ വണ്ടികളൊക്കെ ഇഷ്ടപ്പെടുന്നതായിരിക്കുന്നു. അപ്പോൾ നമുക്ക് ഇതിൻ്റെ സൗണ്ടൊക്കെ ഒന്ന് കേട്ട് നോക്കാം. അപ്പോൾ ഇതാണ് ഈ വണ്ടീൻ്റെ ഫ്രണ്ട് എന്നെല്ലാം വെച്ചാൽ അപ്പോൾ സീന് വണ്ടിയാണ്. അപ്പോൾ നമ്മൾ ഇതെടുത്താണ് പോകാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വണ്ടി കയറാം. അപ്പോൾ വണ്ടീൻ്റെ ഇൻറ്റീരിയർ എന്ന് വെച്ചാൽ ഇതാണ്. അപ്പോൾ വണ്ടീൻ്റെ ഇൻറ്റീരിയർ എന്ന് വെച്ചാൽ ഇതാണ്. അപ്പോൾ വണ്ടി കാണാൻ അത്യാവശ്യം ലുക്കില്ലതാണ്. മാപ്പൊക്കെ ഉള്ള വണ്ടിയാണ്. അതുകൊണ്ട് മാപ്പ് വഴിയൊക്കെ നമുക്ക് ഫോണിൽ നോക്കേണ്ട ആവശ്യമില്ല, വണ്ടി തന്നെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് വണ്ടി എടുത്ത് പോകും. നല്ല മഴ പെയ്യുന്നുണ്ട് ഇവിടെ. അപ്പോൾ ഈ വണ്ടിയൊക്കെ പോയി നമ്മളെ ഗ്യാരേജിൽ നിന്ന് വണ്ടി നിർത്തണം. അവിടുന്ന് വണ്ടീൻ്റെ പുറമൊക്കെ കാണിച്ചു തരാം. അപ്പോൾ ഈ വഴി പോയി നമ്മൾ ഗ്യാരേജിലെത്തും. അപ്പോൾ നമ്മൾ വീഡിയോ കണ്ടിട്ട് ഇതുവരെ ലൈക്ക് ചെയ്യാത്തവരെല്ലാം ലൈക്ക് ചെയ്യുക. അപ്പോൾ നമ്മളെ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മൾ വരുന്ന വീഡിയോ മൊത്തം നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമ്മളെ ഈ വഴി പോയാൽ നമ്മളെ സ്ഥലത്ത് എത്തുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഈ വണ്ടി എടുത്തിട്ട് ഇന്ന് ഗ്യാരേജിലിടണം. എന്നിട്ട് ആടുന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കണം. അപ്പോൾ നമ്മളെ വണ്ടി എന്ന് വെച്ചാൽ രക്ഷയില്ലാത്ത വണ്ടിയാണ്. സീന വണ്ടി, നല്ല സ്പീഡൊക്കെ ഉള്ള വണ്ടിയാണ്. വണ്ടീൻ്റെ ഇൻറ്റീരിയർ കാണുമ്പോൾ തന്നെ നല്ല വൈബ് ആണ്. അപ്പോൾ നമ്മളെ വണ്ടീൻ്റെ പേര് പ്ലാറ്റിനം എന്നാണ്. അപ്പോൾ നമുക്ക് ആ സ്ഥലത്തെത്തിയിട്ട് നമ്മളെ വണ്ടീൻ്റെ മൊത്തം വീഡിയോ മൊത്തം ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഈ വണ്ടി എടുത്തിട്ട് പോകാൻ നല്ല കുറച്ച് പാടുണ്ട്, കാരണം വലിയ വണ്ടിയാണ്. അപ്പോൾ നമ്മളെ ട്രെയിനിൻ്റെ ട്രാക്കിൻ്റെ മേലേക്കൂടെയൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ വഴി പോയാൽ നമ്മളെ ഗ്യാരേജിൽ തന്നിരിക്കും. അപ്പോൾ ഇനി നമുക്ക് നമ്മളെ ഗ്യാരേജിൻ്റെ അവിടെ എത്തിയിട്ട് കാണാം. 2 hours later. ഗൈസ്, നമ്മളെ ഗ്യാരേജിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളെ ഗ്യാരേജിലേക്ക് കയറുന്ന വഴി. അപ്പോൾ അപ്പുറത്തെ വഴിയിലേക്കൂടെയും നമുക്ക് നമ്മളെ ഗ്യാരേജിലേക്ക് കയറാൻ പറ്റും. അപ്പോൾ നേരത്തെ പോയാലോ നേരത്തെ നമ്മളെ മുന്നിലുണ്ടാണ്, ഇപ്പോൾ നമ്മളെ മുന്നിലുണ്ട്. നമ്മളെ ഇങ്ങോട്ടേക്ക് വിളിച്ചിട്ടുണ്ട്, അത് അങ്ങോട്ടേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളെ ഗ്യാരേജ് എന്ന് വെച്ചാൽ. അപ്പോൾ നമുക്ക് നമ്മളെ വണ്ടി ഷെഡിൻ്റെ ഉള്ളിൽ കയറി വെക്കാം. പുറത്ത് നല്ല മഴയാണ്. അപ്പോൾ നമുക്ക് അതാണ് ഞാൻ പറഞ്ഞ വഴി. ഈ വഴി നമുക്ക് കയറ്റാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മളെ ഗ്യാരേജിൻ്റെ മെയിൻ എൻട്രൻസ് എന്ന് വെച്ചാൽ. അപ്പോൾ നമുക്ക് നമ്മളെ വണ്ടി എടുത്തിട്ട് നമ്മളെ ഗ്യാരേജിൻ്റെ ഉള്ളിലോട്ട് കയറ്റി വെക്കാം. അപ്പോൾ നമ്മളെ വണ്ടി കാണാൻ നല്ല ലുക്കാണ്. അപ്പോൾ നമ്മളെ വണ്ടി കാണിച്ചിടാം. അപ്പോൾ വണ്ടി എന്ന് വെച്ചാൽ ഇതാണ്. നമ്മളെ ബാക്കിലൊക്കെ പ്ലാറ്റിനം എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളെ വണ്ടി എന്ന് വെച്ചാൽ സീന വണ്ടിയാണ്. നമ്മൾ ഡാസ്ത്രയാണ് എടുത്തത്. അപ്പോൾ വണ്ടി കാണുമ്പോൾ തന്നെ നല്ലൊരു വൈബ് ലുക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടണോ ഇല്ലയോ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ എനിക്കിഷ്ടപ്പെട്ടു. അപ്പോൾ ഈ വണ്ടി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടീൻ്റെ ഫൈനൽ ലുക്ക് എന്ന് വെച്ചാൽ. ഈ വണ്ടി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ പുറത്തിറങ്ങി നമ്മളെ ഗ്യാരേജും ബസ്സൊക്കെ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഗ്യാരേജ് എന്ന് വെച്ചാൽ. അവിടെ ഒരു ലോറിയിൽ നിർത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളെ ഗ്യാരേജ്. നമുക്ക് വണ്ടി പണിയെല്ലാം ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇപ്പം ആരുമില്ല. അപ്പോൾ നമ്മളെ പണിക്കാരൊക്കെ വരാനുണ്ട്. അപ്പോൾ ഇവിടെ ഒരു ബസ്സിൻ്റെത് നമ്മൾ ചെറുങ്ങനെ ബോഡിയൊക്കെ ഇങ്ങനെ അടിച്ച് വെച്ചിട്ടുണ്ട്. സീറ്റൊക്കെ പുറത്തിട്ടിട്ടുണ്ട്. അപ്പോൾ ഈ വണ്ടി കാണണമെന്നുണ്ടെന്ന്, ഈ ബസ് കാണാൻ എങ്ങനെയുണ്ടെന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. ഇപ്പം ആ ബസ് കാണാൻ വലിയ ഗുണമൊന്നും ഉണ്ടാവില്ല, അതിൻ്റെ പണിയൊന്നും കഴിഞ്ഞിട്ടാണ്. അപ്പോൾ ഇവിടെ നമ്മളെ ഗ്ലാസ്സൊക്കെ ബമ്പറും ഗ്ലാസും ഡോറൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പുതിയ ബസ് എങ്ങനെയുണ്ടെന്ന് എല്ലാവരും കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോ വരുമ്പോഴത്തേക്കും എല്ലാവർക്കും ബൈ ഗൈസ്.